പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ, അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ. ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ. ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീറായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കർത്താവേ, അവർ ഈ ജോലി നഷ്ടപ്പെട്ട എനിക്ക് വേറൊരു ജോലി തരണമേ കർത്താവേ എന്ന് വിചാരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. രോഗങ്ങൾ മാറാതെ സമാധാനം ഇല്ലാതെ ഉറക്കമില്ലാതെ പോകുന്നുണ്ട് ഈശോയെ. കടകമ്പോളങ്ങളും കന്നുകാലികളെയും വളർത്തി ജീവിക്കുന്ന കുഞ്ഞു വരുമാനക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ പഠനം, മക്കളുടെ ഉദ്യമങ്ങൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും അവിടെ പ്രാർത്ഥനകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കുകയും ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു, എവിടെയെല്ലാം പോകുന്നു, അവിടെല്ലാം സംസാരിക്കുന്നു, എല്ലാ നിയോഗങ്ങളും കർത്താവ് നിറവേറ്റട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ വരുമ്പോ റെക്കോർഡ് ഇടുക എന്ന സംഭവമില്ല. റെക്കോർഡ് എന്ന് വെച്ചാൽ ഓട്ടക്കാരൊക്കെ ചെയ്യുന്ന കാര്യമില്ല. സ്പോർട്സ്മാൻ, അവർ ഹൈ ജമ്പ് ചെയ്യുന്നവർ, ലോങ് ജമ്പ് ചെയ്യുന്നവർ, 100 മീറ്റർ ഓടുന്നവർ, ഷോട്ട് പുട്ട് എറിയുന്നവർ, ജാവലിൻ ത്രോ നടത്തുന്നവർ, അവരൊരു റെക്കോർഡ് കീപ്പ് ചെയ്യും. അപ്പോൾ അവർ റെക്കോർഡ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർ തന്നെ വയസ്സാകുമെന്ന് വിചാരിച്ചോ അല്ലേ? ഇപ്പം നമ്മൾക്ക് ബോബി അലോഷ്യസ്, ഷൈനി എബ്രഹാം, PT ഉഷ, അപ്പം അവരുടെ കാലത്തൊക്കെ അവർ റെക്കോർഡ് ഇട്ടുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ അവരോട് പറഞ്ഞാൽ, ഇന്നിപ്പോൾ അവരോട് ചോദിക്കണം, നിങ്ങൾ ഇത്ര റെക്കോർഡായിരുന്നല്ല ഓടിയത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് ഓടിയിട്ട് ആ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ അത് പറ്റത്തില്ല, ഞങ്ങളുടെ ബോഡി ചീർത്ത് പോയില്ലേ, ഞങ്ങൾക്ക് പറ്റത്തില്ല പറയും. പക്ഷേ ആ റെക്കോർഡ് അവിടെ കിടക്കും. അതാണ് വിഷയത്തിൻ്റെ അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ സ്നേഹത്തിൻ്റെ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡ് അതാണ്.
ചിലപ്പോൾ പിന്നീട് കാലത്തൊക്കെ നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ഒരു പരാതിയൊക്കെ വന്നിട്ട് ദൈവസേനയൊക്കെ തണുത്തു പോയാലും ആ റെക്കോർഡ് അവിടെ കിടക്കും നമ്മുടെ പേരിൽ. ഇടയ്ക്കിടയ്ക്ക് കർത്താവ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെക്ക് ഞാനിത് പ്രതീക്ഷയില്ല എന്നിട്ട് പറയും, നിൻ്റെ റെക്കോർഡ് ഇതല്ലായിരുന്നല്ലോ, റെക്കോർഡിൽ നിന്ന് നീ താഴെ പോയില്ലേ. അത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് പറയുന്നതാണ്. വെളിപാട് 2:4. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടി. അപ്പൊ റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ, പഴയ റെക്കോർഡുണ്ട്. അപ്പൊ ആ സ്നേഹം ദൈവം ഉദ്ദേശിക്കണത് നമ്മൾ ജീവിക്കും തോറും, പുതിയ അനുഭവം കിട്ടും തോറും, ജ്ഞാനത്തിൽ മുന്നോട്ട് പോകും തോറും പഴയ റെക്കോർഡ് ഭേദിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. താഴെ വന്നാൽ നമ്മൾ വിളിച്ചിട്ട് ദൈവം നമ്മൾ പറയും, വാട്ട് ഹാപ്പൻഡ് ടു യു, സംഭവിച്ചു, ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും. അത് നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം ഇന്നില്ല എന്ന് പറയും. പക്ഷെ എന്നാലും ആദ്യം ഉണ്ടായിരുന്ന സ്നേഹമില്ലേ, അത് ദൈവം കണക്കിലെടുക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളെപ്പോലുള്ള സൂത്രക്കാർ എന്താ ചെയ്യണമെന്നറിയാമോ? പുതിയ പുതിയ റെക്കോർഡ് ഇടാൻ പറ്റുമോ എന്ന് നോക്കും ഓരോരോ വിഷയത്തിന്. ദൈവത്തിൻ്റെ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥന, കർത്താവേ ഈ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിന് മുകളിൽ പോകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. വിഷയത്തിൻ്റെ മുകളിൽ പോകാൻ ദൈവത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലും ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റുപറയാൻ കഴിയണം. പക്ഷെ എന്നാലും നീ പേടിക്കണ്ട, ഒരിക്കലും നല്ല റെക്കോർഡ് ഇട്ട് കഴിഞ്ഞാൽ കർത്താവ് അത് പരിഗണിക്കും എന്നുള്ള കാര്യം കറക്റ്റാണ്. കാര്യം ആദ്യം പിന്നെയും പറയണത് നമ്മളെ ഉദ്ദേശിച്ചാണ്, ദൈവത്തിനെ ഉദ്ദേശിച്ചല്ല. ദൈവത്തിന് ആദ്യവും പിന്നെയും ഇല്ല. അവൻ നിത്യമായ എവർ പ്രസൻറ്റ് ജീവിക്കുന്ന കാരണം, ഇന്നലെ ഇന്ന് നാളെ എല്ലാം ഒരാളായത് കാരണം സമയത്തെ ബന്ധമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ഇട്ടാൽ അത് നമുക്ക് ഭാവിയാകാം, ദൈവത്തിനത് വർത്തമാനകാലമാകും. അപ്പം അതുകൊണ്ട് നല്ല റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ, നല്ല സാക്ഷ്യങ്ങൾ കീപ്പ് ചെയ്യാൻ. ഇപ്പം ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ചിലക്ക് ഇപ്പം എൻ്റെ അടുത്ത് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലക്ക് പീരീഡ്സൊക്കെ 5-6 ദിവസം നിൽക്കുമ്പോൾ അവരെന്നോട് പറയുമ്പോൾ കരഞ്ഞു പോകരുത്. നടുവിന് വേദന, പലതരം വയറുവേദന, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, തളർച്ച. അപ്പം ഞാനതെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോഴും ഞാൻ പറയും, അവളെ ഈ സമയത്താണ് നീ പള്ളിയിലൊക്കെ പോകേണ്ടത്. നമുക്ക് നമ്മുടെ സഹോദര മതങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ മതം വളരെ മോശമായിട്ട് കാണുന്ന സമയമാണിത്. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെയില്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് അവിടെ പ്രധാനം, ശരീരമല്ല വിഷയം. അപ്പം നിനക്ക് നടുവേദനയാണ്, പാടില്ല, നിനക്ക് പരിക്കനുണ്ട്, എന്നിട്ട് ആ പരിയും പിടിച്ചുകൊണ്ട് നീ കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്, കർത്താവിനെ പോയി കണ്ടിട്ട് പോരും. അതാണ് നിൻ്റെ റെക്കോർഡ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നീ തിരവേദന മുഴുകിയിരിക്കുന്ന ശരീരമാണ്, പക്ഷെ നീ കർത്താവ് പ്രസൻ്റാണ്. അപ്പം ചില അയ്യോപാവികൾക്കുള്ള ഗുണം, അവർക്ക് എന്തെങ്കിലും ഒരു മൂടുകഴപ്പ, വിഷമോ, വേദനയൊക്കെ ഉണ്ടാകാൻ വേണ്ടി അത് കാത്തിരിക്കാനും, കുർബാന കട്ട് ചെയ്യാനും, കുടുംബ പ്രാർത്ഥന ഇല്ലാതിരിക്കാനും. ഈ പന്നികളെ എല്ലാത്തിനും തീരുമാനം ഉണ്ടാകും. ഒന്നാമത്തെ ഇവർക്ക് ഇവർക്ക് സെൻസറില്ല, ഇല്ലാത്തൊരു കുഴപ്പമാണ്. ഇപ്പോൾ ഒരു മെഷീൻ്റെ സെൻസർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രഷറുണ്ട്, പക്ഷെ നമുക്കത് നോക്കാൻ സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വായി തോന്നാക്കെ കഴിച്ചുകൊണ്ട് നടക്കും, പ്രഷർ കൂടിക്കൊണ്ടിരിക്കും, ചിലപ്പോൾ ഉറങ്ങത്തുമില്ല. ഇതുപോലെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദൈവത്തിൻ്റെ നകന്നു പോകണമെന്ന് നമ്മൾ അറിയണില്ല. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഉടായ്പകൾ പറഞ്ഞ്, ഇന്ന് പാടില്ല, ഇന്ന് ഭയങ്കര ടയേർഡായിപ്പോയി, ഇന്ന് മുഴുവൻ അലക്കായിരുന്നു, അതുകൊണ്ട് ഒരു സ്വർഗസ്ഥനായത് നമുക്ക് ഒരു രഹസ്യം മാത്രം ചെല്ലിയാൽ മതി എന്നൊക്കെ പറയത്തില്ലേ?
അപ്പോൾ നിന്റെ ഭർത്താവിൻ്റെ തുണിയ മക്കളുടെ തുണി അലക്കിയാണ് പറയണത്. ദൈവത്തിനായിട്ട് പണി കൊടുക്കണതേ. പല പെണ്ണുങ്ങളും പാഴ്സൽ പണി മേടിക്കുന്നവരാണ്. ആ ബുദ്ധിയും ബോധം ഇല്ലാതെ പന്നിയുടെ തലച്ചോറിരിക്കുന്ന ആൾക്കാരാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിനാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, റെക്കോർഡ് ഇടേണ്ടത്. വെച്ചാൽ ഇത്രയും കാര്യങ്ങളാണെങ്കിൽ പോലും കർത്താവിൻ്റെ കാര്യത്തിൽ, ദൈവത്തിനോട് ഇരിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ടൈമാണത്. അപ്പോൾ ഇത് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഒരിക്കലും താഴെ പോകാതിരിക്കാൻ നോക്കണം. താഴെ പോയാൽ കർത്താവ് ഉടനെ പറയും, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല എന്ന് റീഡിങ് തരികയുള്ളൂ. എന്തുകൊണ്ടാണ് ഇല്ല എന്നുള്ളതിനെ ആത്മാവ് അത് വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് നിൻ്റെ പൊട്ടത്തരത്തിനെല്ലാം പണിയാവും. ഇപ്പം അതിനത്ര പറയുന്നുള്ളൂ, നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല. അത് റിസൾട്ട് മാത്രമേ ഉള്ളൂ. നീ ഉഴപ്പിയത് കൊണ്ടാണോ, അല്ല നീ കറങ്ങി നടന്നത് കൊണ്ടാണോ, പഠിക്കാതിരുന്നത് കൊണ്ടാണോ, നിൻ്റെ ഓറിയൻറ്റേഷൻ പോയത് കൊണ്ടാണ്, നിൻ്റെ ചുറ്റിക്കളി കൊണ്ടാണ്, അതൊക്കെ പിന്നീട് കർത്താവ് ആത്മാവ് വിവേചിച്ച് മനസ്സിലാക്കിക്കോളൂ. റിസൾട്ട് മാത്രമേ പറയണത്. എന്താ റിസൾട്ട്? എന്താണ്? നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹം ഇപ്പം ഇല്ല. ഓക്കെ. വെളിപാട് 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. പഴയ റെക്കോർഡ് ഇടാൻ പറയും. അതായത് ചിന്തിക്കണം, എവിടെയാണ് ചുറ്റിക്കളിക്ക് പോയതാണ്, അതാ കൂട്ടുകാരോട് കറങ്ങാൻ പോയതാണ്, അതാ വേറെ എന്തെങ്കിലും ഡബിൾ മൈൻഡിലേക്ക് പോയാൽ പ്രാർത്ഥന സമയം പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായ ഉപദേശം കേട്ടിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കാതിരുന്ന, നീ ഏത് അവസ്ഥയിൽ നിന്നാണ് ഇതിലേക്ക് വന്നതെന്ന് അനുദപിക്കാൻ പറയുകയാണ്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അനുദപിക്കണം. തിരിച്ചു വരാൻ ഒരു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞേക്കണം. തിരിച്ചു വരാൻ എനിക്കറിയത്തില്ല, എന്നെ കെട്ടിപിടിക്കാൻ പറഞ്ഞാൽ കെട്ടിപിടിക്കത്തില്ല. മര്യാദക്ക് അനുദപിച്ച് തിരിച്ചു വരേണ്ടി വരും. ബൈബിളിലെ കമാൻഡുകളൊന്നാണ് തിരിച്ചു വരാൻ. ആരെയും തിരിച്ച് വലിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഒരു നിസ്സാര കാര്യമല്ല. മക്കളൊക്കെ വീട്ടിൽ വഴിതെറ്റിപ്പോയാൽ അമ്മമാർ ചെന്നിട്ട് അടിച്ച് വലിച്ചുകൊണ്ട് തന്നെ കാണാം. ഇത് നടക്കത്തില്ല. യു മസ്റ്റ് ബൈ യുവർ സെൽഫ് റിട്ടേൺ. ദൂർത്തപുത്രൻ അയാൾ തന്നെത്താൻ തിരിച്ചു വന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഈ അനുതാപം എന്നുള്ള വിഷയം എന്നൊക്കെ പറയണത് ദൈവം അടിച്ചേൽപ്പിക്കത്തില്ല. അതെല്ലാം നമ്മൾ തന്നെ. എന്നൊക്കെ അനുതാപം തോന്നണില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളോട് സഹകരിക്കുന്നില്ല എന്ന് വേണം എൻ്റെ അർത്ഥം. അനുതാപം എനിക്ക് പാപമൊന്നുമില്ല, എനിക്ക് പുസ്തകം ഒക്കെ ദൈവം നമ്മുടെ അനുതാപത്തെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അതെപ്പോഴും നമ്മൾ അനുതാപം ഒന്ന് പരമാവധി പാപങ്ങൾ ഉണ്ടാകാതിരിക്കണം. അനുതാപം എന്ന വിഷയത്തിൻ്റെ അകത്ത് വരുന്ന വിഷയം അത് ദൈവം കെട്ടിവെച്ചുകൊണ്ട് വന്ന ആരെയും അനുദപിക്കത്തില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് തോന്നണില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അനുതാപം ദൈവം അത്രയ്ക്ക് അനുദപിക്കുന്നൊരു പാപിയെ ഓർത്തുകൊണ്ട് സ്വർഗത്തിൽ ഉണ്ടാകേണ്ട സന്തോഷമാണ്. സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് നിനക്ക് അനുതാപം ഉണ്ടാകത്തില്ല. തിരിച്ചടിക്കുക ഈ സാധനം. ഇപ്പം അനുതാപം പറ്റണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഇപ്പം അരിയെത്തി എന്നൊക്കെ പറയത്തില്ലേ, ആ കഞ്ഞിവെള്ളം കുടിച്ചു കഴിയുമ്പോൾ പഴയ ആയുർവേദ വൈദ്യന്മാർ പറയണില്ലേ, കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യുമ്പോൾ കവളെ കൂടി ഒഴുകി വരും, തിരിച്ചു വരും. അപ്പോൾ അരി എത്തിയെന്ന് തോന്നുന്നു. മലയാളി എന്ത് റിജക്റ്റ് ചെയ്താലും കഞ്ഞിവെള്ളം റിജക്റ്റ് ചെയ്യത്തില്ല. അതായിരുന്നു പണ്ടത്തെ കണക്ക്. അത് റിജക്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും അരി എത്തിയെന്ന് പറയും. ചില ഡോക്ടർമാർ പറയും മരുന്ന് ബോഡി അക്സെപ്റ്റ് കാര്യങ്ങൾ ശരിയാണ്, രോഗം എന്താണെന്ന് അറിയാം, മരുന്ന് നമ്മുടെ ഉണ്ട്, പക്ഷെ ബോഡി മരുന്ന് റിസീവ് ചെയ്യണില്ലെന്ന് പറയും. അതുപോലെ അനുതാപം റിസീവ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ സ്വന്തമാകുമ്പോൾ മാത്രമേ റിസീവ് ചെയ്യത്തുള്ളൂ. അടിച്ചേൽപ്പിച്ച ഒരു അനുതാപം പ്രാർത്ഥിക്കാനൊക്കെ ദൈവം നമുക്ക് വരം തരും, പക്ഷെ അനുദപിക്കാൻ പാടാണ്.
അത് അനുതാപത്തിൻ്റെ ഒരു ഓട്ടോമെൻ്റ് ഇല്ല. കാര്യം അതാണ്, അനുദപിക്കാൻ അവർക്ക് അവസരം കൊടുത്തില്ലെന്നൊക്കെ പറയും. യേശാവ് അവൻ പിന്നീട് വിളിച്ചപേക്ഷിച്ചു, പക്ഷെ റിജക്റ്റായിപ്പോയി. അനുദപിക്കാൻ അവന് അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞില്ല. ഹെബ്രായർ 12:17 ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തന്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. സ്വർഗം ഷട്ട് ഡൗൺ ആയി, അവസരം കിട്ടിയില്ലെന്ന്. നിസ്സാര കാര്യമല്ലേ. ഇപ്പം നമുക്ക് അനുദപിക്കാൻ തോന്നുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മോളിൽ ഷട്ട് ഡൗൺ ആയിട്ടാണ്, റിജക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ട് ദൈവത്തിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിക്കാണും. എപ്പോഴും നമ്മൾ അതായത് ഏറ്റവും ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നല്ല അനുതാപം നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഷിജി വർഗീസ്. ഞാൻ വരുന്നത് മലയാറ്റൂർ നിന്നാണ്. ഞാൻ 2019 മെയ് 17 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, ഞാൻ ഞങ്ങളുടെ കുടുംബം ഒത്തിരി തകർച്ചയിലായിരുന്നു. കാരണം സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും പിന്നെ എൻ്റെ മോൻ്റെ വിദ്യാഭ്യാസ ഉപരിപഠനത്തിനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊരു ചേച്ചിയുടെ വരാനും, ആ ചേച്ചി ലൂസി എന്നാണ് ആ ചേച്ചിയുടെ പേര്, ആ ചേച്ചി എന്നെ ഇവിടെ കൊണ്ടുവരാനും, എനിക്ക് ഉടമ്പടിയെ കുറിച്ച് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് തന്നെ നീ ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ 2019 തുടങ്ങി എൻ്റെ ഉടമ്പടി. ഞാൻ അമ്മയോട് ചേർന്ന് തന്നെ നിന്നുകൊണ്ട് ആ ഉടമ്പടി നേരെ എല്ലാ 3 മാസം കൂടുമ്പോൾ പുതുക്കി കൊണ്ടിരുന്നു. അങ്ങനെ 2021 ആയപ്പോഴേക്കും കൊറോണ ആയതുകൊണ്ട് അടച്ച് എൻ്റെ മോൻ ഗൂഗിൾ മീറ്റിൽ കയറി 2021 നവംബർ 21 ഗൂഗിൾ മീറ്റിൽ കയറി എൻ്റെ മോൻ അച്ഛനായിട്ട് സംസാരിച്ചപ്പോൾ അവൻ കോട്ടയം ബ്രില്യൻറ്റിൽ നീറ്റ് ചെയ്യാൻ ഒരുങ്ങി 10 മാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നീ അത് ചെയ്യണ്ട, നീ IELTS പഠിച്ച് പുറത്തേക്ക് പോകാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഓസ്ട്രേലിയ പോകാനാണ് താല്പര്യം. അപ്പം അച്ഛൻ പറഞ്ഞു, അതിനെന്താ അച്ഛൻ അത് കിട്ടണ വരെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ ആ പ്രാർത്ഥനയിൽ അമ്മയുടെ ലൈറ്റ് ആൻഡ് ക്യാൻഡിലിട്ടു, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ അവൻ ഞങ്ങളുടെ കുടുംബം തന്നെ പ്രാർത്ഥനയിൽ നിരന്തരമായി നിന്നുകൊണ്ടുള്ള ഫലമായി അവന് ഒക്ടോബർ 27 PT എഴുതി ഓവറോൾ 7.5 ഇൻഡിവിജ്വൽ 7 അവൻ ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് പഠിക്കാൻ പോകാൻ ഇടവരികയും അവൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും
പിടിപിടിയും നടക്കുകയും ഡിസംബർ 15-ാം തീയതി ഓസ്ട്രേലിയൻ ബോർഡർ തുറക്കുകയും അതിനുശേഷം ജനുവരി 6-ാം തീയതി അവൻ്റെ വിസ വരികയും ജനുവരി 12-ാം തീയതി അവൻ ഓസ്ട്രേലിയയിലെത്തി. എൻ്റെ മോനത് പോണതിന് മുമ്പ് ഇവിടെ സാക്ഷി പറഞ്ഞിട്ടാണ് പോയത്. അതിന് ശേഷമുള്ള സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത്. എൻ്റെ മോൻ അവിടെ ചെന്ന് പാർട്ട് ടൈം ജോലിയിലേക്ക് കയറാമെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും 1 വർഷം 6 മാസം കഴിഞ്ഞ് കയറേണ്ട അങ്ങനെയുള്ള സാഹചര്യമാണ്. പക്ഷേ നമ്മളവിടെ ചെന്നു, നമുക്ക് ആരും നമ്മുടെ ബന്ധുക്കളോ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ മോൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന് എത്രയും വേഗം ഒരു പാർട്ട് ടൈം ജോലി ആവശ്യമാണ്. അങ്ങനെ അവിടെയുള്ള ഓസ്ട്രേലിയയിലുള്ള ആളായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ആ മോൻ പറഞ്ഞൊരു വാക്കാണ്, അമ്മ എന്തിനാ വിഷമിക്കണേ, ഞങ്ങൾ അവന് അത് ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ മാർച്ച് 9-ാം തീയതി വന്ന് ഇവിടെ നിയോഗം വെച്ചു. മാർച്ച് 14-ാം തീയതി എൻ്റെ മോന് നല്ലൊരു ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതേപോലെ തന്നെ പിന്നെ എൻ്റെ മോന് ജോലിക്ക് പോകാൻ തടസ്സം എന്ന് പറഞ്ഞാൽ ബസ് കയറി 1 മണിക്കൂർ വേണം നമ്മൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തെത്താൻ. പക്ഷേ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് പോവാം. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ഇവനൊരു വണ്ടി കണ്ടപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ വണ്ടി എടുക്കണ്ട, അവന് ആ മാതാവ് കൊടുക്കണ വണ്ടി അതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അവനിപ്പോൾ വണ്ടി എടുക്കണ്ട, അച്ഛൻ പറഞ്ഞില്ല. അപ്പോൾ അവന് മമ്മി ഞാൻ നടന്നു വരുന്ന കണ്ടില്ലേ. അങ്ങനെ ഒത്തിരി വിഷമങ്ങൾ എൻ്റെ മോൻ പറയുമ്പോൾ ഞാൻ എന്നിരുന്ന് കരയും, മാതാവ് എൻ്റെ മോന് എന്തോ ഒരു കഷ്ടപ്പെടും. പക്ഷേ അവിടെയുള്ള ഒത്തിരി മലയാളികൾ, നമ്മളിവിടെ നിന്നും വിചാരിക്കാത്ത മക്കൾ പോലും എൻ്റെ മോനെ വന്ന് എല്ലാ ദിവസവും അവൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോലിക്ക് കൊണ്ടുപോവുകയും അവരോടൊന്നും തീരാത്ത നന്ദി എനിക്ക് മാതാവിനോട് പറയാനുണ്ട്. കാരണം മാതാവ് അവനെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയാൻ കാരണം ഓസ്ട്രേലിയയിലുള്ള ഒരു സാറിൻ്റെ അമ്മയാണ് ആ ഏജൻസി വഴിയാണ് പോയത്. ആ അമ്മയുടെ കൂടെ എൻ്റെ മോൻ ഓസ്ട്രേലിയയിൽ എത്താനും ആ സാറിൻ്റെ വിവേക് എന്ന് പറഞ്ഞ സാറാണ്. ആ സാർ ഒത്തിരി നമുക്ക് സപ്പോർട്ടും എൻ്റെ മോനെ എന്ന് ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നെങ്കിൽ മാതാവ് ഞങ്ങൾക്ക് വഴിയാക്കി കാണിച്ചു തന്ന ഒരു സാറാണത്. അങ്ങനെ ഈ വണ്ടിയുടെ ഞാൻ നിയോഗം വെച്ചായിരുന്നു. ഇങ്ങനെ വെച്ച് സെപ്റ്റംബർ 8-ാം തീയതി മാതാവ് എൻ്റെ മോന് സെപ്റ്റംബർ 8-ാം തീയതി അച്ഛൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ടായിരുന്നു, മാതാവ് സെപ്റ്റംബർ 8-ാം തീയതി എന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ എൻ്റെ മോനൊരു വണ്ടി കൊടുക്കണം, അത് എനിക്ക് 2 അടയാളം വേണം, എന്നാലേ ആ വണ്ടി ഞാൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഗ്രേ കളറ് അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കണം. ആ നമ്പർ പ്ലേറ്റുമേ 8 എന്നുള്ളൊരു അക്കം കൂടിയും ഉണ്ടാവണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പം ആഗസ്റ്റ് ലാസ്റ്റായി, വണ്ടികളൊന്നും കിട്ടണില്ല, എല്ലാത്തിനും ഭയങ്കര വില. പിന്നെ ഇവന് വന്ന വണ്ടികളെല്ലാം ബ്ലൂ കളർ വണ്ടിയാണ്. അങ്ങനെ ഇരിക്കില്ലേ പെട്ടെന്നാണ് അവന് ആഗസ്റ്റ് 31-ാം തീയതി ഒരു ഗ്രേ കളറുള്ള വണ്ടിയും നമ്പർ പ്ലേറ്റിൽ 8 എന്നുള്ളൊരു അക്കം കൂടിയുള്ളൊരു വണ്ടി വന്നപ്പോൾ എന്നോട് ചോദിച്ചു, മമ്മി ഞാൻ എന്താ ചെയ്യേണ്ടത്, നീ ആ വണ്ടി എടുത്തോ, കാരണം മാതാവ് നിനക്ക് തന്ന ഗിഫ്റ്റാണത്. അങ്ങനെ സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ മോനെ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് അവനത് നല്ല രീതിയിൽ ഉപയോഗിക്കാനും അവനത് ആ ഒരു വിശ്വാസം എൻ്റെ മോനിൽ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കുവാനും സാധിച്ചു. അതേപോലെ തന്നെ എനിക്ക് ഈ ബ്രസ്റ്റിൻ്റെ മുകളിലായിട്ട് ഒരു ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ വീട്ടിൽ പറയില്ല, എനിക്ക് പേടിയാണ്. ടെസ്റ്റുകൾ ചെയ്യാൻ പോയാൽ എന്താണോ അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഒത്തിരി പച്ചമരുന്നുകളോ അല്ലെങ്കിൽ വിക്സൊക്കെ തേച്ചാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് കുരിശിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്ത് അസുഖം വന്നാലും എനിക്ക് താങ്ങാനുള്ളൊരു ശേഷി തന്നാൽ മതി, എനിക്ക് പേടിയാന്ന് പറയാണ്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അസുഖത്തിനെ കുറിച്ചുള്ളത് അച്ഛൻ്റെ മരിയൻ ധ്യാനത്തിലൂടെ അച്ഛനൊരു വെളിപാട് കൊടുക്കണമെന്ന് പറയാണ്. അങ്ങനെ മാർച്ച് മാസത്തിൽ അച്ഛൻ്റെ ഒരു ധ്യാനം നടന്നിരിക്കുമ്പോൾ അച്ഛൻ പറയാണ്, നാവിൽ കുരിശിട്ട് പ്രാർത്ഥിക്കണ 6 പേരെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ കുരിശിട്ട് പ്രാർത്ഥിക്കണ 6 മക്കളെ കാണിക്കുന്നുണ്ട്, അവരിവിടെ കയറി സാക്ഷ്യം പറയണമെന്ന് പറയാണ്. ഇന്ന് വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. അതേപോലെ എൻ്റെ മോൻ ഓസ്ട്രേലിയയിൽ വെച്ച് അവൻ നേഴ്സിംഗാണ് എടുത്തേക്കണേ. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ അവൻ ഗ്ലൗസ് ഇട്ട് ഇപ്പോൾ അവന് പെട്ടെന്ന് ഒരു അലർജി പോലെ വന്നു. പക്ഷെ നമുക്ക് സഹിക്കില്ലേ, ആ കൈ അങ്ങനെ ഒരു വിഗൂര രൂപമായിട്ട് വന്ന സമയത്ത് ഇവൻ ഇവിടെ മരിയൻ ധ്യാനം നടക്കുന്ന സമയത്ത് ഇവൻ പറഞ്ഞു, മമ്മി എൻ്റെ കൈ കണ്ടുവെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ താഴെയുള്ള മോനും കൂടി ഇരുന്ന് ഇത് കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. അപ്പം ഞാൻ പറഞ്ഞു, മോനെ അവനും അവിടെ ഇരുന്ന് ഈ മരിയൻ ധ്യാനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നീ മാതാവിൻ്റെ തൈലെടുത്ത് വിശ്വാസത്തോടെ ചെയ്യാൻ പറയാണ്. അങ്ങനെ അവൻ ചെയ്തു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ കൈയുടെ പാട് പയ്യനൊന്ന് കുറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കഴിയണതിൻ്റെ ആ ലാസ്റ്റ് നിമിഷമായപ്പോൾ എൻ്റെ മോനൊരു പടം ഇടാണ്, പൂർണ്ണമായിട്ടും ആ കൈ അവൻ്റെ ആദ്യം എങ്ങനെ ഇരുന്നോ ആ കൈയായിട്ട് അവന് തിരിച്ചു വന്നൊരു ഭാഗം.
അത് ഞങ്ങളുടെ കുടുംബത്തിന് ഓരോ അടയാളങ്ങളിൽ നിന്നും മാതാവ് വിശദീകരിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഈ നടയിൽ വന്നപ്പോൾ അമ്മോട് ഞാൻ പറയായിരുന്നു, അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു അടയാളം കാണിച്ചു തരുമോന്ന്. ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്ത് എൻ്റെ പ്രത്യക്ഷീകരണ തിരികൾ 3 മാസം ഞാൻ പുതുക്കുമ്പോഴും ആ തിരികൾ എല്ലാം ഗ്രേ കളറിൽ ആയി വന്നുകൊണ്ടിരുന്നപ്പോൾ എന്നെ വീട്ടിൽ കളിയാക്കും. നമ്മുടെ വീടിൻ്റെ ചൂടും കൊണ്ടാണ് അങ്ങനെ ആവണേന്ന് പറഞ്ഞു. എൻ്റെ കൂടെ വന്ന ഒരു വ്യക്തികളുടെയും ആ നീലത്തിരി ഗ്രേ കളർ ആവാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്, എൻ്റെ കുടുംബത്തിലൂടെ അനേകം മക്കൾക്ക് ഇതൊരു വലിയൊരു സാക്ഷിയാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ ഇതിലേക്കൂടെ തന്നെ ഒത്തിരി പേര് വിശ്വാസത്തിലേക്ക്, നിങ്ങളെങ്ങനെ എത്ര മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും മാതാവിൻ്റെ അനുഗ്രഹം എന്താണ്, മാതാവിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ ഒത്തിരി പേർക്ക് ഞങ്ങളുടെ കുടുംബം വഴി സാധിച്ചു. അത് ഒത്തിരി അനുഗ്രഹം ഞങ്ങൾക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും പ്രത്യേകമായി ജോസഫച്ചന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് ജോസഫച്ചൻ്റെ ആ ഉടുപ്പിലൊന്ന് തൊടാൻ മാത്രമാണ് ആഗ്രഹിച്ചത്. 12 വർഷമായ ആ രക്തസ്രാവകാരി ഈശോയുടെ രൂപത്തിൽ ഇതിൽ തൊട്ട പോലെ അത് എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. ഇനിയും മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി ഇനിയും ഈ അൾത്താരയിൽ ഒരേ അടയാളങ്ങളായി പറയാൻ എനിക്കൊരു വലിയ അനുഗ്രഹം തന്നെയെന്ന് മാതാവിനോട് തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു.